ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നു ചേർന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്ന് നിറയുന്നത് പുൽക്കൂടുകളും സ്റ്റാറും ഒക്കെയാണ്. ആ പുൽക്കൂടുകളിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ, ഔസേപ്പിതാവ്, ഉണ്ണീശോ ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ പ്രസവിക്കുമെന്ന് ഈ പ്രവാചകൻ പറഞ്ഞു. 700 വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാ പ്രവചിച്ചത്. 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നതെന്ന്. അത് തന്നെയല്ലേ മത്തായിയുടെ സുവിശേഷം 1:22-23 വചനങ്ങളിലും ആവർത്തിക്കപ്പെടുന്നത്. ഉണ്ണീശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന വാർത്ത പരിശുദ്ധ അമ്മ നേരത്തെ തന്നെ അറിയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അനേക കന്യകമാർ അതിനുവേണ്ടി ഒരുങ്ങി എങ്കിലും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗബ്രിയേൽ മാലാഖ വന്ന് സ്വർഗത്തിലെ ദൂത് അറിയിക്കുന്നത്. ആ ദൂത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അന്നത്തെ കാലത്ത് യഹൂദ നിയമം അനുസരിച്ച് കന്യക ഗർഭം ധരിച്ചാൽ അവളെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. പ്രത്യേകിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞവളും കൂടെ ആയിരുന്നു. ഇതൊന്നും ചിന്തിക്കുന്നില്ല. ദൈവസ്വരം കേട്ട മാത്രയിൽ ഉടൻ തന്നെ ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എല്ലാ സ്ത്രീകൾക്ക് ഒരു മാതൃകയായിരുന്നു. അതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയോട് ഒത്തുചേർന്ന് ഈശോയെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, എമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ കൂടെ ആയിരിക്കാനാണ്. അവൻ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞവൻ നമ്മുടെ പ്രകാശമായി നമ്മുടെ അടുക്കലേക്ക് വന്നപ്പോൾ നമ്മുടെ സ്റ്റാറുകളിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ പ്രകാശമായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെയും നമ്മുടെ കൂടെ ഇരിക്കേണ്ടവനെ മാറ്റി നമ്മൾ പലതിൻ്റെയും ഈ തിരക്കേറിയ ലോകത്തിൽ ഓടിപ്പോയതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിൽ എമ്മാനുവേൽ അനുഭവം ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശോയോടും മാലാഖമാരോടും ചേർന്ന് ഉണ്ണീശോയെ കാണാനായിട്ട് പോകാം. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ആമേൻ.